Hello friends, welcome back to CTET ചാനലിൽ നമ്മൾ CTET റിലേറ്റ് ചെയ്തിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന CTET ക്ലാസ് പാർട്ട് 1 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ ആദ്യം തന്നെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ പാർട്ട് 1 പ്രത്യേകം പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഒട്ടുമിക്കതും കവർ ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് പാർട്ട് അവിടെ അവൈലബിൾ ആണ്. കാണാത്തവർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ കയറിയിട്ട് ഒന്നത് കാണുക. അതിനുശേഷം മാത്രം പാർട്ട് 2 അറ്റൻഡ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ സെക്കൻഡ് പാർട്ട്, അതായത് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ആണ് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്നവർ അല്ലേ, അവരാരൊക്കെയാണ് എന്നുള്ളത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരിക, എല്ലാവരുടെയും നീഡ്സിന് വേണ്ടി ഈക്വാലിറ്റി കൊടുക്കുക, ഒരു രീതിയിലും സെപ്പറേറ്റ് ചെയ്യാതെ എല്ലാവരെയും ഒരുമിച്ച് പഠിപ്പിക്കുക എന്നുള്ളൊരു രീതിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുന്നതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ വിഷ്വൽ ഇമ്പയർമെൻറ്റ്, സെക്കൻഡ് വൺ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ്, തേർഡ് വൺ മെൻ്റൽ റിട്ടാർഡേഷൻ, ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ആൻഡ് ലേണിംഗ് ഡിസബിലിറ്റി. ഇത്രയും മാറ്റേഴ്സാണ് ഇന്ന് നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ദ സ്പെഷ്യൽ ചൈൽഡിൽ പറയാൻ പോകുന്നത്. എഡ്യൂക്കേഷൻ ഫോർ വിഷ്വലി ഇമ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? കാഴ്ച വൈകല്യമുള്ളവർ അല്ലേ. ഇമ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈകല്യമാണ്. അപ്പോൾ വിഷ്വലി ഇമ്പയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ച വൈകല്യമുള്ളവർ. എഡ്യൂക്കേഷൻ ഫോർ വിഷ്വലി ഇമ്പയർഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. മേക്ക് ഷുവർ ടു ഗിവ് ദം എ ഫ്രണ്ട് സീറ്റ് ഇൻ ദ ക്ലാസ് റൂമിൽ ഫ്രണ്ട് സീറ്റ് തന്നെ കൊടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദ ക്ലാസ് റൂം ഷുഡ് ഹാവ് പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലൈറ്റ് എന്തായിരിക്കണം? പ്രോപ്പർ അറേഞ്ച്മെൻറ്റിലായിരിക്കണം. അല്ലെങ്കിൽ കുട്ടിക്ക് കാഴ്ച വൈകല്യമുള്ള കുട്ടിക്ക് ലൈറ്റും കൂടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും കാണില്ല. ഓക്കെ, ദെൻ ഫോൺസ് ഓഫ് ദ ബുക്ക് മസ്റ്റ് ബി ബോൾഡ് ആൻഡ് ഡാർക്ക് ഫോർ ദ ലോ വിഷൻ സ്റ്റുഡൻസ്. അതായത് കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ ബുക്ക് എന്തായിരിക്കണം? ബുക്കിൻ്റെ ഫോണ്ട് സൈസ് ബോൾഡ് അതുപോലെ തന്നെ ഡാർക്ക് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് വിഷൻ കുറവുള്ള കുട്ടികൾക്ക്, കാഴ്ച കുറവുള്ള കുട്ടികൾക്ക് അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലേ. പിന്നെ എ മാഗ്നിഫയിങ് ഗ്ലാസ് ക്യാൻ ബി പ്രൊവൈഡഡ് ടു ദ സ്റ്റുഡൻസ്. നമുക്ക് എന്ത് ചെയ്യാം? മാഗ്നിഫയിങ് ഗ്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ഇറ്റ് ഷുഡ് ബി യൂസ് ടു ടീച്ച് ബ്ലൈൻഡ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനായിട്ട് ബ്രെയിലി ലിപി നമുക്ക് യൂസ് ചെയ്യാം. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫിലിമിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതാണ് അല്ലേ, ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ലെറ്റേഴ്സ് അവർ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് റീഡ് ചെയ്യുന്നത്. അതിനെയാണ് ആ ബ്രെയിലി എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവരെ പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾവിക്കുറവ് അല്ലേ, അതിനുള്ള ബുദ്ധിമുട്ട്, കേൾവിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വൈകല്യം. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് നോർമൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഡ്യൂ ടു ഡിസ്റ്റോർഷൻ ഓഫ് സൗണ്ട്സ്. ഡിഫറൻസിയേഷൻ ഓഫ് എൻവയോൺമെൻറ്റൽ സൗണ്ട്സ് including speech is difficult. Making sounds louder does not improve the clarity or quality of sound. കേൾവിക്കുറവുള്ള കുട്ടികൾ സംസാരിക്കുമ്പോൾ അവർ സാധാരണ രീതിയിലുള്ളവർ വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോലെ അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് വാക്കുകൾ കൊണ്ട് ആശയവിനിമയം നടത്താനായിട്ട് സാധിക്കില്ല. അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാനായിട്ട് സാധിക്കില്ല. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ശബ്ദത്തിൻ്റെ ക്രമീകരണം അവർക്ക് പറ്റില്ല. അപ്പോൾ അവരുടെ സ്പീച്ച് എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടായിരിക്കും. അതിപ്പം എത്ര ഉറക്കെ സംസാരിച്ചാലും നമുക്കത് ക്ലിയർ ആയിട്ട് നമുക്കത് ക്ലാരിറ്റിയിൽ മനസ്സിലാവില്ല. കാരണം അവർ കേൾക്കുന്നില്ല, ഒറ്റ സൗണ്ടും കേൾക്കുന്നില്ല. അപ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഒരു ഡിഫറെൻറ്റ് സൗണ്ടായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? അവർക്ക് നോർമൽ വെർബൽ കമ്മ്യൂണിക്കേഷൻ സാധിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ലീഡ്സ് ടു ലോസ് ഓഫ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് എന്ന് പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഡെഫ് എന്ന് പറഞ്ഞാൽ ദീസ് സ്റ്റുഡൻസ് ഹിയറിംഗ് ലോസ് ലെവൽ ഈസ് 90 decibels ഓർ മോർ. സച്ച്
ചിൽഡ്രൻ കനോട്ട് ഹിയർ എനിത്തിങ് വിത്തൗട്ട് യൂസിങ് ഹിയറിംഗ് എയ്ഡ്സ്. എന്താണ് പറയുന്നത്? ഹിയറിംഗ് ലോസ് ലെവൽ എന്ന് പറയുന്നത് 90 ഡെസിബിളോ അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹിയറിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യാതെ ഒന്നും തന്നെ കേൾക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കംപ്ലീറ്റ്ലി ഡെഫ് ആയിട്ടുള്ളവരെ എന്ന് പറയുന്നത്. ഓക്കെ, പാർഷ്യൽ ഹിയറിംഗ് ലോസ് ആണ് ബി വരുന്നത്. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹിയറിംഗ് ലോസ് ഇസ് നോൺ ആസ് സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ്. It is a permanent hearing loss that occurs when there is damage to either the tiny hair-like cells of the inner ear or the auditory nerve itself, which prevents or weakens the transfer of nerve signals to the brain. These blocked nerve signals carry information about the loudness and clarity of sounds. എന്താണ് പറയുന്നത്? നമ്മുടെ ഇന്നർ ഇയറിൻ്റെ ഉള്ളിലുള്ള സെൽസിന് ഡാമേജ് വരും. അതായത് ടൈനി ഹെയർ ലൈക്ക് സെൽസ് ഉണ്ട്, അതിന് ഡാമേജ് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ നമ്മുടെ നെർവ്, നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്ന സിഗ്നൽസ് നമുക്ക് കേട്ടതിന് ശേഷം നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽസ് കൊടുക്കുന്ന മെയിൻ നെർവിനോ തകരാറ് സംഭവിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ കേൾവി കുറവ് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അത് പെർമനൻ്റ് ഹിയറിംഗ് ലോസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർഷ്യൽ ഹിയറിംഗ് ലോസിൽ പെടുന്നവരെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ഫോർ ഹിയറിംഗ് ഇംപെയർഡ്, കേൾവിക്കുറവുള്ളവർക്കുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് എന്തൊക്കെ ശ്രദ്ധിക്കണം? ഹിയറിംഗ് എയ്ഡ്സ് ആർ ഡിസൈൻ ടു സിംപ്ലിഫൈ ദ പ്രോസസ് ഓഫ് ലിസണിങ് എയ്ഡ്സ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ ദിസ് ചൈൽഡ്. നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഹിയറിംഗ് എയ്ഡ്സ് കൊടുത്തിട്ട് അവരുടെ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കും. വി മസ്റ്റ് ടീച്ച് ദം യൂസിങ് സൈൻ ലാംഗ്വേജ്. നമുക്ക് എന്ത് പഠിപ്പിക്കാം? സൈൻ ലാംഗ്വേജ് പഠിപ്പിക്കാം. സൈൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതെ, അറിയാം അല്ലേ? ആംഗ്യഭാഷ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത്രയും കൂടി ഈസി ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. നെക്സ്റ്റ്, ഡ്രോൾ സോ ദാറ്റ് ദ ചൈൽഡ് കുഡ് ഡു ദ ലിപ്പ് റീഡിങ്. അതായത് നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ സംസാരിക്കാൻ സാധിക്കും? പരത്തി സംസാരിക്കാം. നമ്മൾ പറയുന്ന കാര്യങ്ങളെ സ്ഫുടമായിട്ട് നമ്മളൊന്ന് പരത്തി അല്ലെങ്കിൽ ഇരുത്തി സംസാരിക്കാൻ പറയും. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലിപ്പ് റീഡിങ് അവർക്ക് ചെയ്യാൻ സാധിക്കും. ലിപ്പ് റീഡിങ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കേൾക്കുന്നില്ല, പക്ഷെ നമ്മുടെ ലിപ്പ് റീഡ് ചെയ്തിട്ട് അവർ കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കും എന്നുള്ളതാണ്. വേരിയസ് ബോഡി മൂവ്മെൻറ്റ്സ് ക്യാൻ ബി ഡൺ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ചൈൽഡ്. അപ്പോൾ ഒരു ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള ഒരു കുട്ടി ക്ലാസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേരിയസ് ബോഡി മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്തിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ബോഡി മൂവ്മെൻറ്റ്സ് യൂസ് ചെയ്ത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽ ക്യാൻ ബി യൂസ്ഡ്. ഓഡിയോ വിഷ്വൽ മെറ്റീരിയൽസും നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട്, എഡ്യൂക്കേഷൻ ഫോർ ഹിയറിംഗ് ഇമ്പയർഡ് അവർക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞത് വിഷ്വൽ ഇമ്പയർമെൻറ്റ് പറഞ്ഞു, ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മെൻ്റൽ റിട്ടാർഡേഷൻ. എ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചർ ഓഫ് ഹ്യൂമൻ is the intellectual ability. When his intellectual powers are not functioning normally, then the situation is called mental retardation. Intellectually is measured as IQ, intelligent quotient level. എന്താണ് പറയുന്നത്? നമുക്കറിയാം ഹ്യൂമൺ എന്ന് പറയുമ്പോൾ എപ്പോഴും സവിശേഷതയുള്ളവരാണ്. എന്ത് സവിശേഷതയാണുള്ളത്? ബുദ്ധി ഉണ്ടല്ലേ? ഒരു ബുദ്ധിയുള്ള ഇൻ്റലക്ച്വൽ എബിലിറ്റി ഉള്ള ഒരു ഫീച്ചറാണ് ഹ്യൂമൺ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടി ഇൻ്റലക്ച്വൽ പവർ, ആ ഒരു കുട്ടിയുടെ ഇൻ്റലക്ച്വൽ പവർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ആസ് മെൻ്റൽ റിട്ടാർഡേഷൻ. അത് മെൻ്റൽ റിട്ടാർഡേഷൻ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇൻ്റലിജൻറ്റ് കോഷ്യൻ്റ് ലെവല് നമ്മൾ ഐ ക്യു ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അത് അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ലോ ലെവലിലാണ് കിടക്കണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടിയാണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ ഒരു ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് IQ റേഞ്ചും IQ ക്ലാസിഫിക്കേഷനുമാണ് പറയുന്നത്. അപ്പോൾ എക്സ്ട്രീംലി ലോ ആണെങ്കിൽ 69 ആൻഡ് ബിലോ ഉള്ളവരെ നമ്മൾ എന്തെന്ന് പറയുന്നു? എക്സ്ട്രീംലി ലോ ലെവൽ IQ ഉള്ളവരെ അല്ലെങ്കിൽ മെൻ്റൽ റിട്ടാർഡേഷൻ ഉള്ളവരെ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയായിരിക്കണം? സിവിയർലി മെൻ്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ ആർ ടോട്ട് ദ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ദ ടോയ്ലറ്റ്, ബ്രഷിംഗ്, കോമ്പിംഗ്, ഡ്രസ്സിംഗ് എക്സെട്ര. Social skills also must be there. We should teach them how to shake the hand,
ഗ്രീറ്റ് എൽഡേഴ്സ് ആൻഡ് സെലിബ്രേഷൻ ഓഫ് ഫെസ്റ്റിവൽസ്. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ സിവിയർലി മെൻ്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് എന്ത് പഠിപ്പിക്കാം, നോർമലി ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാം. ഒപ്പം സോഷ്യൽ സ്കിൽസ് ലൈക്ക് ഹാൻഡ് ഷേക്ക്, അതുപോലെ വിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൽഡേഴ്സിനെ വിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ലിഷർ ടൈം ആക്ടിവിറ്റീസ് സച്ച് ആസ് ലിസണിങ് ടു മ്യൂസിക്, പ്ലേയിങ് ഗെയിംസ്, റീഡിംഗ് ബുക്സ്, വാച്ചിങ് TV ആൻഡ് കളക്ടിങ് കോയിൻസ് ക്യാൻ ബി ടോട്ട്. They are also taught mathematical skills such as counting, adding, subtraction, etc. We should use completely different teaching methods to teach the special child as compared to the normal child. നോർമൽ ചൈൽഡിനെ പഠിപ്പിക്കുന്നത് പോലെയല്ല നമ്മൾ എന്താണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് ഫോളോ ചെയ്തിട്ട് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവരെ നമുക്ക് സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് ലൈക്ക് എന്തൊക്കെയാണ് കൗണ്ടിങ്, ആഡിങ്, സബ്സ്ട്രാക്ഷൻ ഒക്കെ പഠിപ്പിക്കാം. അതുപോലെ അവർക്ക് വേണ്ട ഡെയിലി ആക്ടിവിറ്റീസ് പഠിപ്പിക്കുക. ഒപ്പം തന്നെ ലിഷർ ടൈം മ്യൂസിക് കേൾക്കാനും അതുപോലെ കോയിൻ കളക്ഷൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഗെയിംസൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് മെൻ്റൽ റിട്ടാർഡേഷനുള്ള കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എഡ്യൂക്കേഷനാണ് നമ്മൾ അവരെ ഫോക്കസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദ ഫോർത്ത് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇസ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി. Disability of the bones, joints or muscles leading to substantial restriction of the movement of the limbs or a usual form of cerebral palsy. Some common conditions giving rise to locomotor disability could be poliomyelitis, cerebral palsy, amputation, injuries to the spine, head, soft tissues, fractures, muscular dystrophies, etc. അതായത് ബോൺസിൻ്റെ മസിൽസിൻ്റെ ഒക്കെ ബലഹീനത അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള വൈകല്യമാണ് അത് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ഗണ്യമായൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കാതിരിക്കുക. അപ്പോൾ ഈ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത് തലച്ചോറിനെ ബാധിക്കുന്ന ഒരു തളർവാദമാണ്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും, അങ്ങോട്ടേക്കുള്ള ലോക്കോമോട്ടോർ അതായത് ചലനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും അത് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോക്കോമോട്ടോർ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ലോക്കോമോട്ടോർ ഡിസബിലിറ്റിയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ന്യൂറോളജിക്കൽ ഡാമേജ്, മസിൽ ആൻഡ് ബോൺ റിലേറ്റഡ് ഡാമേജ്. എ കൺജെനിറ്റൽ malformation, the damage caused by a general lack, drug and toxin effects, medicine, etc. അപ്പോൾ ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് ഈ രീതിയിലൊക്കെയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ലോക്കോമോട്ടോർ ഡിസബിലിറ്റി ഉള്ള ചിൽഡ്രൻസിൻ്റെ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് വരേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ദേ ഷുഡ് ബി ഇൻ റെഗുലർ ക്ലാസ്സസ് വിത്ത് എ നോർമൽ ചൈൽഡ്. ഒരു നോർമൽ കുട്ടിയുടെ കൂടെ തന്നെ റെഗുലർ ക്ലാസ്സിൽ തന്നെ നമുക്ക് അവരെ ഇരുത്തി പഠിപ്പിക്കാം. വേരിയസ് ആക്സസറീസ് ഫോർ ദീസ് കിഡ്സ് ആർ വെരി ഹെൽപ്ഫുൾ ആസ് വീൽ ചെയേഴ്സ് പോലെയുള്ള ആക്സസറീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് വളരെ ഉപകാരമായിരിക്കും. The teacher also should pay attention to developing social, emotional and physical skills. They must be trained in motor skills. അപ്പോൾ teachers should also pay attention to the developing അവരുടെ സോഷ്യൽ അതുപോലെ ഇമോഷണൽ ഫിസിക്കൽ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു അറ്റൻഷൻ ടീച്ചർ പ്രത്യേകം കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലേണിംഗ് ഡിസബിലിറ്റി. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസബിലിറ്റിയാണ് ലേണിംഗ് ഡിസബിലിറ്റി. ഇതിൽ നിന്നുമാണ് ഒട്ടുമിക്ക ചോദ്യങ്ങളും ചോദിച്ച് കണ്ടിട്ടുള്ളത്. A condition giving rise to learning difficulties, especially when not associated with a physical disability. ഫിസിക്കൽ ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡിഫിക്കൽട്ടി വിത്ത് റീഡിംഗ് ആൻഡ് ഓർ റൈറ്റിംഗ്, പ്രോബ്ലംസ് വിത്ത് മാത്ത് സ്കിൽസ്, ഡിഫിക്കൽട്ടി റിമെമ്പറിംഗ്, പ്രോബ്ലംസ് പേയിങ് അറ്റൻഷൻ, ട്രബിൾ ഫോളോയിങ് ഡയറക്ഷൻസ്, poor coordination, difficulty with concepts related to time, problems staying organized. ഇത്രയൊക്കെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റിയിൽ ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഒട്ടുമിക്കപ്പോഴും കേറ്ററ്റ് എക്സാമിനും CTET എക്സാമിനും നിരന്തരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കാണുന്നൊരു മേഖലയാണ്. പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി വിത്ത് കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അത് അതിൽ തന്നെയുണ്ട് കാൽക്കുലേഷൻസ്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി വിത്ത് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന അതിനൊരു ലേണിംഗ് ഡിസബിലിറ്റി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന അവസ്ഥയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിസ്ലെക്സിയ,
a general term for disorders that involve difficulty in learning to read or interpret words, letters, and other symbols, but that does not affect general intelligence. അതായത് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ്, ലെറ്റേഴ്സിനെ വായിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. റീഡിംഗ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാണെങ്കിൽ, സോ എന്ന് എഴുതിയിരിക്കുന്നതിനെ വായിക്കാൻ പറയുമ്പോൾ കുട്ടി വാസ് എന്ന് വായിക്കുക. അതുപോലെ ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നതിനെ വായിക്കാൻ കുട്ടി ശ്രമിക്കുമ്പോൾ ഡോഗ് എന്ന് വായിക്കുക. 9 എന്നുള്ളതിനെ 6 എന്ന് വായിക്കുക. ഇതൊക്കെയാണ് ഈ ഡിസ്ലെക്സിയ റിലേറ്റഡ് ആയിട്ട് വരുന്ന എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അതൊരു ഗിഫ്റ്റഡ് ചിൽഡ്രനും അങ്ങനെ സംഭവിക്കാം. ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കും, പക്ഷെ ആ കുട്ടിക്ക് എന്തുണ്ടായിരിക്കും, ഡിസ്ലെക്സിയ ഉണ്ടാവാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് Dyspraxia, the inability to motor plan to make an appropriate body response. അതായത് എന്താണ് പറയുന്നത്, ഒരു ബോഡി റെസ്പോൺസ് കൊടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ. അതായത് നമുക്ക് ചലനവുമായി ബന്ധപ്പെട്ട്, അതായത് നമ്മുടെ നാഡീ സംബന്ധമായ വളർച്ച തകരാറാണ് എന്ന് പറയാം. അതായത് നമുക്കൊരു ശൈശവത്തിൽ നിന്ന് തുടങ്ങി ഒരു ദീർഘകാലം വരെ തുടർന്ന് നിൽക്കുന്ന ഒരു ഒരു പ്രശ്നമായിട്ട് ഇത് കാണപ്പെടുന്നുണ്ട്. തലച്ചോറിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ശരിയായ തരത്തിൽ എത്തിക്കാൻ പറ്റാതിരിക്കുക. അതായത് ചലനത്തെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് ബ്രഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഷൂവിൻ്റെ ലേസ് കെട്ടാതിരിക്കാൻ, അതുപോലെ വസ്തുക്കൾ എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ മുറുകെ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ ക്രമപ്പെടുത്തി വെക്കാൻ പറ്റാത്ത അവസ്ഥ, പിന്നെ അല്ലെങ്കിൽ ഒന്ന് ശരിയായിട്ട് നിൽക്കാനോ ഇരിക്കാനോ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. പക്ഷെ ചലനവുമായി ബന്ധപ്പെട്ട ചെറിയ പേശികളുടെ ഏകോപനം സാധിക്കാതിരിക്കുക, അതായത് അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന അവസ്ഥയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്, ചലനവുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് വൺ ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡിഫിക്കൽട്ടി വിത്ത് ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ബോത്ത് ഇൻ ദ ടെക്നിക്കൽ ആസ് വെൽ ആസ് ദ എക്സ്പ്രസീവ് സെൻസ്. അതായത് എഴുതാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. എഴുതാനുള്ള ബുദ്ധിമുട്ട് ടെക്നിക്കൽ വൈസ് ആണെങ്കിലും എക്സ്പ്രസീവ് സെൻസിലാണെങ്കിലും എഴുതാനുള്ള ബുദ്ധിമുട്ട്. ദെയർ മേ ഓൾസോ ബി ഡിഫിക്കൾട്ട് വിത്ത് സ്പെല്ലിംഗ്. ആ സ്പെല്ലിങ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് എഴുതി വരാനുള്ള ഒരു ബുദ്ധിമുട്ട് കുട്ടികൾ നേരിടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് ഡിസ്ഗ്രാഫിയ എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ അറ്റൻഷൻ ഡെഫിസിറ്റ് ഓർ ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അത് നമുക്ക് എങ്ങനെ വിളിക്കാം, ഓൾസോ കോൾഡ് ഇറ്റ് ആസ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയാം. എ ക്രോണിക് കണ്ടീഷൻ ഇൻക്ലൂഡിംഗ് അറ്റൻഷൻ ഡിഫിക്കൽട്ടി, ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസീവ്നെസ്. ADHD often begins in childhood and can persist into adulthood. It may contribute to low self-esteem, troubled relationships and difficulty at school or work. എന്താണ് പറയുന്നത്, അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ. അവർ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, എപ്പോഴും ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ADHD എന്ന് പറയുന്നത്. സൂപ്പർ ആക്റ്റീവ് ആയിരിക്കും, അവർക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അവർക്കുള്ള ഭയങ്കര ആവേശമുള്ള ഒരു ക്യാരക്ടറായിരിക്കും അവർ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇമ്പയർമെൻ്റ് എന്ന് പറയുന്നത് ഓട്ടിസം, അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് വിളിക്കുന്നു. എ സീരിയസ് ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ ദാറ്റ് ഇംപെയർസ് ദ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻറ്ററാക്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇൻറ്ററാക്ട് ചെയ്യാനും പറ്റാതിരിക്കുന്ന അവസ്ഥ ആ ഒരു ഇമ്പയർമെൻ്റ് ആണ്. അതായത് അതൊരു ഡിസോർഡറായിട്ട് കാണപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ ആയിട്ട് പറയാം ഓട്ടിസം എന്നുള്ളത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ഇമ്പാക്ട് ദ നെർവസ് സിസ്റ്റം ആൻഡ് അഫക്ട്സ് ദ ഓവറോൾ കൊഗ്നിറ്റീവ്, ഇമോഷണൽ, സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് ഓഫ് ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ. അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ നെർവസ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം റിലേറ്റ് ചെയ്തിട്ടും ആ കുട്ടി എന്ത് തന്നെയായിരിക്കും, ഇമ്പയർമെൻറ്റിൽ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇനി ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഓർ also called AD, a developmental disorder affecting ability to effectively socialize and communicate. Asperger's syndrome is a condition on the autism spectrum വിത്ത് ജനറലി ഹയർ ഫങ്ഷനിങ്. ഓട്ടിസം കടന്ന് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ ഹയർ ഫങ്ഷനിങ്ങിൽ നിൽക്കുമ്പോൾ വരുന്ന ഒരു ഇതാണ് ആസ്പെർഗേഴ്സ് സിൻഡ്രോം, AD എന്ന് പറയുന്നത്. സോഷ്യലൈസ് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റാതിരിക്കുന്ന അവസ്ഥ തന്നെയാണ് ഈ AD എന്ന് പറയുന്നത്. AD അതായത് ആസ്പെർഗേഴ്സ് സിൻഡ്രോം ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് എന്താണ്, ഓട്ടിസം ഉള്ള കുട്ടികളെക്കാൾ കൂടുതൽ ആയിരിക്കും അവരുടെ സിംറ്റംസ് എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അഫേസിയ ഓർ ഡിസ്ഫേസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ലാംഗ്വേജ് ഡിസോർഡർ മാർക്ക്ഡ് ബൈ ഡെഫിഷ്യൻസി ഇൻ ദ ജനറേഷൻ ഓഫ് സ്പീച്ച് ആൻഡ് സംടൈംസ് ഓൾസോ ഇൻ ഇറ്റ്സ് കോംപ്രിഹെൻഷൻ ഡ്യൂ ടു ബ്രെയിൻ ഡിസീസ് ഓർ ഡാമേജ്. എന്തിലാണ് പറയുന്നത്? ലാംഗ്വേജ് ഡിസോർഡർ ആണ്. അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സംസാരിക്കാൻ പറ്റാതിരിക്കുക. ജനറേഷൻ ഓഫ് സ്പീച്ച് ഡെഫിഷ്യൻസിയാണ് പറയുന്നത്. സംസാരിച്ചു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ. ആൻഡ് സംടൈംസ് ഓൾസോ ഇൻ ഇറ്റ്സ് കോംപ്രിഹെൻഷൻ ഡ്യൂ ടു ബ്രെയിൻ ഡിസീസ് ഓർ ഡാമേജ്. ബ്രെയിനിലുണ്ടാവുന്ന ഡാമേജോ ഡിസീസോ മൂലവും അവർക്ക് അത് സംസാരിക്കാൻ, അതായത് എടുത്തു കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറയുന്നു. നെക്സ്റ്റ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു PTSD. ഡിസോർഡർ ക്യാരക്ടറൈസ്ഡ് ബൈ ഫെയിലിയർ ടു റിക്കവർ ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നസിങ് എ ടെറിഫയിങ് ഇവൻറ്റ്. ഒരു ഭയാനകമായിട്ടുള്ളൊരു സംഭവം നടന്നതിന് ശേഷം അവർക്ക് കൃത്യമായിട്ട് ഓർത്തെടുത്ത് കൊണ്ടുവരാനോ ആ സിറ്റുവേഷനിൽ തന്നെ സ്റ്റക്കായി നിൽക്കുന്ന അവസ്ഥ. The condition may last months or years with triggers that can bring back memories of the trauma accompanied by intense emotional and physical reactions. അതൊരു ട്രോമയായിട്ട് നിലനിൽക്കുക. അത് ചിലപ്പോൾ മാസങ്ങളോളമായിരിക്കാം, വർഷങ്ങളോളമായിരിക്കാം. അപ്പോൾ അതെന്താണ്? ഇമോഷണലി അതുപോലെ തന്നെ അവരുടെ ഫിസിക്കൽ റിയാക്ഷൻസിനെയും ബാധിക്കുന്ന രീതിയിലേക്ക് കടക്കും. ഒരു ട്രോമ സിറ്റുവേഷനിലേക്ക് പോകുന്നതിനെയാണ് PTSD എന്ന് പറയുന്നത്. അപ്പോൾ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തൊക്കെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കാം? ദേ മസ്റ്റ് ബി പ്രൊവൈഡഡ് റിസോഴ്സ് റൂം. അവർക്കൊരു റിസോഴ്സ് റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ദേ റിക്വയർ കൺസൾട്ടൻറ്റിന് ആവശ്യമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മേഖലയിലുള്ളവർക്ക്, അതായത് ADHD, ഓട്ടിസം, അതുപോലെ തന്നെ PTSD എന്ന് പറഞ്ഞില്ലേ, അവർക്കൊക്കെ എന്താണ്? ദേ റിക്വയർ ഒരു കൺസൾട്ടൻറ്റിന് ആവശ്യമാണ്. ദേ യൂസ് ടു ടീച്ച് എ ചൈൽഡ് ടു അനദർ ചൈൽഡ്. ഗ്രൂപ്പ് ടീച്ചിങ്, അതായത് ഒരു ഗ്രൂപ്പ് ടീച്ചിങ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓവറോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സിൽ നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഇൻക്ലൂഷൻ വർക്ക്സ് ബെസ്റ്റ് when there is a fundamental change in the approach of classroom management. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടുള്ളൊരു ക്ലാസ് റൂം മാനേജ്മെൻ്റ് ആണ് നമ്മൾ. ആ രീതിയിലുള്ളൊരു അപ്രോച്ചാണ് ഒരു ടീച്ചർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഫണ്ടമെൻ്റൽ ചേഞ്ച് എല്ലാ കുട്ടികളിലും ഉണ്ടായി വരുന്നത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഇൻക്ലൂഷൻ ഇൻ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസസ് ദ ഫാക്ട് ദാറ്റ് എവറി ചൈൽഡ് ഈസ് സ്പെഷ്യൽ ഇൻ വൺ വേ ഓൺ ദി അതർ. നമുക്കറിയാം എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഒരു വൺ വേ ഓൺ ദി അതർ എല്ലാവരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവരെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരിക. ദ ടീച്ചർ വിത്ത് സച്ച് ആൻ അപ്രോച്ച് റിയലൈസസ് ദാറ്റ് ഈച്ച് ചൈൽഡ് ഹാസ് ലേണിംഗ് എബിലിറ്റി അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. അപ്പോൾ ഒരു ടീച്ചർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്താണ്? ലേണിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരെ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് ടീച്ചർ എടുക്കുകയാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനുമായി റിലേറ്റ് ചെയ്തിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് എല്ലാം ബേസാണ്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതിന് ശേഷം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് നിരത്തി പിടിച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് വെള്ളം പോലെ ആയിരിക്കും. ഈ ടോപ്പിക്കിൽ നിന്നും വന്നിരിക്കുന്ന PYQs ആണോ ഇനി വേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടോപ്പിക്കിൻ്റെ ക്ലാസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. ഒപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. അപ്പോൾ വൈകാതെ തന്നെ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.